ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ദുഷിച്ച ചിന്തകളും പേറി നടക്കും. ാകുന്ന അന്ധകാരം കയറി ബന്ധിച്ചു പാപം ചെയ്യരുത്. സഭയിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് ബൈബിള് തൊട്ട് സത്യം ചെയ്തുകൊണ്ട് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിന് ശേഷമല്ലാതെ ഭാര്യാഭർത്താക്കന്മാരാണ് ആയ ശേഷമല്ലാതെ കുടുംബജീവിതത്തിലേക്ക് പോയേക്കരുത്. അല്ലാതെ ചെയ്യുന്നത് പാപമാണ്, മാരക പാപം. അതിന് ആരെന്ത് നല്ല വാക്ക് പറഞ്ഞാൽ ഏത് മനുഷ്യനോട് അവൻ പിശാചിന്റെ കൂടപ്പിറപ്പാണെന്നുള്ള കാര്യം അവനെന്തിനു വന്നത്? കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും. കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും. കരങ്ങൾ ഉയർത്തി കാണിച്ച് ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടേക്ക് നമുക്ക് വിവാഹം നടക്കും. അത് ഓരോ വിശ്വാസത്തിൽ കഴിയുന്നവർ. ഇവിടെ പല വിശ്വാസങ്ങളും ഇവിടെ വചനം കേൾക്കുന്നുണ്ടിരിക്കുന്നു മാറ്റരുത്. പക്ഷേ ക്രൈസ്തവരായ ദൈവമക്കളുടെ വിവാഹം എന്നത് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉള്ളവരെ തന്നെ വിവാഹം കഴിക്കണം. കാരണം അതൊരു ബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസമായിരിക്കണം. എങ്കിലേ അവിടെ സമാധാനം ഉണ്ടാവുള്ളൂ, ഒരു ദൈവം ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ ആവശ്യം വേണ്ടെന്ന് പറയുന്ന മക്കൾ ഓർത്തോണം, ദൈവത്തിൻ്റെ ആവശ്യം നിനക്കുണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിൽ ദൈവത്തെ ഇല്ലാതെ മുന്നോട്ട് പോകാമെന്നൊക്കെ ഒരു കാലത്ത് അഹങ്കാരം കൊണ്ട് പറയും. പക്ഷെ നീ തന്നെ പറയും ദൈവമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ ദൈവമെന്ന് കരുതിയ ആ പെണ്ണല്ല ചെറുക്കൻ നിന്നെ ചതിക്കുന്നൊരു സമയം വരുമ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ ആവശ്യം നിനക്ക് വരും സമയം. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് മാറിയുള്ള വിവാഹങ്ങളെ ഒരിക്കലും പരിശുദ്ധാത്മാവ് അത് പാടില്ല. വിശ്വാസത്തോട് ചേർന്ന് നിൽക്കട്ടെ. ഒരുമിച്ച് പള്ളിയിൽ കൂദാശ സ്വീകരിച്ച് ബലിയർപ്പണം നടത്തി പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വിശുദ്ധ കുടുംബം വളർത്തിയെടുക്കുന്ന നല്ല ക്രൈസ്തവ കുടുംബങ്ങളുണ്ടാകണം. എല്ലാ വിശ്വാസമുള്ളവർ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിലുള്ള എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ.